ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറശ്ശിനിക്കടവ് പോവാണ് കേട്ടോ. മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് വ്ളോഗ് എടുത്തേക്കാം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി, ഇവളാണ് കേട്ടോ വ്ളോഗ് എടുക്കുന്നില്ലേ, വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി എടുപ്പിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ, നന്ദു, സുജ, ഏട്ടൻ, അച്ഛൻ, നമ്മുടെ സായുമ്മ, ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോണത്. മസാല ദോശ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് റൂം എടുത്ത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കയറാം എന്നായിരുന്നു. പക്ഷെ പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, കുറേ ലേറ്റായി നമ്മൾ എത്തിയപ്പം. ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എത്താൻ കുറച്ച് വൈകി. അങ്ങനെ പറശ്ശിനിക്കടവ് കയറി തൊഴുതു, മുത്തപ്പനെയൊക്കെ കണ്ടു, അനുഗ്രഹമൊക്കെ കിട്ടി. ഞങ്ങൾ നേരെ റൂം എടുത്തു കേട്ടോ. കുറച്ച് കറങ്ങി കേട്ടോ റൂം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം സാറ്റർഡേ സൺഡേ ആയിരുന്നു നമ്മൾ വന്നത്. അന്ന് നല്ല റഷായിരുന്നു, പറശ്ശിനിക്കടവൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കെന്തോ ആ തിരക്കൊക്കെ ഭയങ്കര ഇങ്ങനെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ ഇരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ആ തിരക്കൊക്കെ സിമ്പിളായിരുന്നു. എന്താ പറയുക, മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളം കൊണ്ട് നമുക്ക് ആ തിരക്കൊക്കെ വലിയ ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. നമ്മൾ 1.5 മണിക്കൂറോളം അവിടെ നിന്നു, ആ തിരക്കിൽ നിന്നു. പക്ഷേ ആ 1.5 മണിക്കൂർ ഒരു 2-3 മിനിറ്റ് പോയതുപോലെയാണ്, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ. അങ്ങനെ ഞങ്ങൾ റൂം എടുത്തു. കുഴപ്പമില്ല, ഒറ്റ റൂമേ ഞങ്ങൾ എടുത്തുള്ളൂ കേട്ടോ. കാരണം കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാത്രേ ഉള്ളൂ. കാരണം രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് പോകണമല്ലോ. അപ്പം തന്നെ ഏകദേശം ഒരു 10 മണി, 9:45, 10 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ റൂം എടുത്തപ്പോൾ കേട്ടോ. അങ്ങനെ റൂം എടുത്തു. കിടക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ ഒരു റൂം മതിയല്ലോ. അങ്ങനെ റൂമൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ നമ്മളെടുത്തത്. എന്താണോ ഈ ബാൽക്കണി എന്ന് പറയുമ്പോൾ കാണാനൊന്നുമില്ലല്ലേ. ഇനി നമുക്ക് പറശ്ശിനിക്കടവ് തൊഴാൻ പോവാം. രാവിലെ ഞങ്ങൾ നേരത്തെ എണീറ്റു കേട്ടോ. ഫസ്റ്റ് നന്ദുവാണ് എണീറ്റ്. അവൾ ഫ്രഷ് ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. ഞങ്ങൾ 4:45, 5 മണിക്ക് ആയപ്പോഴത്തേക്കും ഏകദേശം കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ള് കുറച്ചൊക്കെ പൂട്ടിയൊക്കെ ഇടണമല്ലോ. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം മാത്രം ഇടുന്നുള്ള, ഒരു സൺസ്ക്രീനും, വേറൊന്നും ഇടുന്നില്ല. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് സുജയാണ് കേട്ടോ. സുജ എണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് ഒന്ന് വീഡിയോ എടുത്ത് താടാ എന്ന് പറഞ്ഞപ്പോൾ വേഗം എടുത്തു തന്നു കേട്ടോ. അവന് പിന്നെ വീഡിയോ എടുത്ത് തരുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ കുറച്ച് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമുക്കതൊക്കെ ചെയ്തു തരും. അങ്ങനെ നമ്മൾ വേഗം റെഡിയാവാണ് കേട്ടോ. ഞാൻ റെഡിയായിട്ട് വേണം
എനിക്ക് സായുവിനെ റെഡിയാക്കണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എൻ്റെ കുട്ടീൻ്റെ മുഖം ഒന്ന് നോക്കിക്കേ, എന്താ പറ്റുക. അതിന് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നല്ല പട്ടുപാവാടയൊക്കെ ഉണ്ടായിരുന്നു, അവളുടെ ഉണ്ണിയമ്മ തയ്ച്ചു കൊടുത്തതാണ്. പക്ഷേ അതൊന്നും ഇടാൻ അവൾ സമ്മതിക്കുന്നില്ല. ഒന്നാമത് രാവിലെ നേരത്തെ എണീപ്പിച്ചു, കുളിപ്പിച്ചു. അപ്പോൾ ഒക്കെ ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ അമ്പലത്തിൽ പോകാൻ ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ അവൾ സമ്മതിച്ചില്ല. ഞങ്ങളെല്ലാവരും അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഇനി നേരെ മുത്തപ്പൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. നമ്മളെടുത്ത റൂമിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി, കുറച്ച് നടക്കാനാണെങ്കിൽ കുറേ ദൂരം ഉണ്ട് താനും. അപ്പോൾ വണ്ടി തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി മുത്തപ്പനെ കാണാൻ വേണ്ടി ഓടുക കേട്ടോ. ചേച്ചിന് ഫുൾ കോസ്റ്റ്യൂം. എന്ത് എവിടെ നമ്മുടെ സ്കൂളിൽ നടക്കൂലേ? അങ്ങനെ മുത്തപ്പനെയൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ. അങ്ങനെ ഞാൻ പശുവിനെക്കട വന്ന് ഒരു ചെറിയൊരു കീച്ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ സാധനം. മുത്തപ്പൻ്റെ ഫോട്ടോയൊക്കെയുള്ള രണ്ട് സൈഡിലും ഈ സെയിം ആണ് കേട്ടോ. അത് എൻ്റെ പേഴ്സിലത് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവുമല്ലോ, നമുക്ക് എപ്പോൾ വേണേലും എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീച്ചെയിൻ വാങ്ങിച്ചത്. വലിയ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ കൃഷ്ണനെ ഞാൻ സായുവിന് ചോറൂണിന് ഗുരുവായൂർ പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അത് രണ്ടും എൻ്റെ പേഴ്സിൽ തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ ഇനി പോവാണ് കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ടാണ്. വീടെത്തുമ്പോഴത്തേക്കും എന്തായാലും കുറേ ലേറ്റാവും. അപ്പം നമുക്കിങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് കുറേ ദൂരം വന്ന സന്തോഷമൊന്നും തിരിച്ച് പോകുമ്പോൾ ഇല്ല. പിന്നെ മുത്തപ്പനെയൊക്കെ ശരിക്കും കാണാൻ പറ്റിയല്ലോ, അതൊരു ഭാഗ്യം. എപ്പോഴും വരുമ്പം കാണാൻ പറ്റിക്കോണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്ക് 2 വട്ടം നമ്മൾ തൊഴുതപ്പോഴും മുത്തപ്പനെയൊക്കെ കാണാൻ പറ്റി, അനുഗ്രഹമൊക്കെ കിട്ടി, സന്തോഷം. സായുവിനൊരു സാധനം ഉണ്ടോ, ഇങ്ങനെ ആക്കുന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞപ്പം അത് വാങ്ങിച്ചു കൊടുത്തു. അവളങ്ങനെ വല്ലാതെ സാധനം വേണമെന്ന് വാശി കാണിക്കാറോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെയാണ് അവൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അവൾക്കത് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊള്ളാൻ തോന്നിയൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്താ ഉള്ളത്, എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സോ അല്ല ബേക്കറിയോ ബിങ്കോ ലൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. കാരണം അത്ര ദൂരം ഇരിക്കണ്ടേ നമ്മളപ്പോൾ ഒരു ചടപ്പല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ അച്ഛൻ ഫസ്റ്റിൽ ഒരു സോഡയൊക്കെ വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. സോഡ കുടിച്ചാൽ വലിയ ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോഡ വാങ്ങി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്തോ ലൈമോ എന്തോ കഴിക്കാമെന്ന് ഓർത്ത് കയറിയതായിരുന്നു, പക്ഷെ അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സായിന് പിന്നെ ഫുൾ ഓട്ടമായിരുന്നു. എവിടെയെങ്കിലും വണ്ടി നിർത്താൻ കാത്തിരിക്കും അവൾ ഓടാൻ. അപ്പം ആരെങ്കിലും ഒരാൾ അവളെ ഇങ്ങനെ ഒന്നേ എടുത്ത് വെക്കും, അല്ലെങ്കിൽ അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കും. കാരണം റോഡും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പം നമുക്കൊരു പേടിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് വാങ്ങും എന്നുള്ള വലിയ ആലോചനയിലാണ്. കാര്യമായിട്ട് ഒന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടിയാൽ മതി. അപ്പം ഞാൻ അവിടെ ഒരു ലേസ് കണ്ടു, അപ്പോൾ എനിക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങിച്ചു കേട്ടോ.
കുറുക്കുറെ അതൊന്നും കഴിക്കുന്ന അത്ര നല്ലതൊന്നും അല്ല, പക്ഷേ നമുക്കിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കാമല്ലോ. അങ്ങനെ അത് വാങ്ങിച്ചു. സായുവിനും എന്തോ ഒരു ചെറിയൊരു സാധനം വാങ്ങി കൈ കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഇതേപോലെ 1-2 പാക്കറ്റൊക്കെ തന്നെ ഉള്ളൂ. പിന്നീട് 7-അപ്പിൻ്റെ കുപ്പി ബോട്ടിൽ വാങ്ങിച്ചു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു കുട്ടി വ്ലോഗ്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി, ഹാപ്പി ആയിട്ട് തിരിച്ച് വന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.